ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിലെ CPM സ്ഥാനാർത്ഥി ഒരു അങ്കണവാടിയില് വോട്ട് ചോദിച്ചെത്തിയ ആ ഒരു സിറ്റുവേഷൻ ആണ്, ആ ഒരു സീനാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചെത്തുമ്പോൾ ഇതുപോലെ മ്യൂട്ട് ചെയ്യേണ്ട രീതിയിലുള്ള തെറി വാക്കുകൾ ഉപയോഗിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? LDFന്റെ സ്ഥാനാർത്ഥിയാണ്, ഇതല്ല ഇതിലപ്പുറവും ചെയ്യും. അപ്പൊ ഒരു തെരഞ്ഞെടുപ്പിന്റെ മറവില് ഗുണ്ടായുസം ആയുധമാക്കി ഇത്തരക്കാരെ സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് എന്താണ് ഭരണപക്ഷം ഉദ്ദേശിക്കുന്നത്? നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് സ്ഥാനാർത്ഥികളെ കണ്ടുകൊണ്ട് ഇലക്ഷനെ പറ്റി ചർച്ച ചെയ്യാം. വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പായി സാമ്പത്തിക പിന്തുണകളുടെ സംഭാവനകളുടെ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പബ്ലിക് ഒപ്പീനിയൻ കുറെ നാളായി മുന്നോട്ട് പോകുന്നത് ഇത് കാണുന്ന പ്രേക്ഷകർ നൽകുന്ന സാമ്പത്തികമായിട്ടുള്ള പിന്തുണ കൊണ്ടാണ്. ഞങ്ങൾ വീഡിയോ എടുത്ത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേര് നെഗറ്റീവ് റിപ്പോർട്ട് അടിച്ചതുകൊണ്ട് നമുക്ക് പേയ്മെന്റ് ഒന്നും കിട്ടാറില്ല. ഏകദേശം 2 വർഷമായിട്ട് ഈ ഒരു സ്ഥിതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒട്ടും തുടരാൻ വയ്യാത്തൊരവസ്ഥ ആയപ്പോഴാണ് നിങ്ങളോട് സാമ്പത്തികമായിട്ടുള്ള പിന്തുണ ചോദിച്ചെത്തിയത്. എന്റെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോ ചെയ്യാൻ പറ്റാതിരുന്നത് അതുപോലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. എനിക്ക് നടുവിന് ഒരു ഇഷ്യൂ ഉണ്ട്. ഇങ്ങനെ കുറെ നേരം ഇരുന്നിട്ട് സംസാരിക്കാൻ വേണ്ടി സാധിക്കില്ല. പിന്നെ എനിക്കും ഒരു വളവാണ്. അപ്പൊ നടുവിന് വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്. അപ്പൊ ട്രീറ്റ്മെന്റിലാണ്. ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഒന്ന് ബെറ്റർ ആയപ്പോഴത്തേക്ക് ഞാൻ മരുന്ന് നിർത്തി. അതിന്റേതാണ് ഇപ്പൊ വന്ന ഈ ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് കുറച്ചുകൂടി നിങ്ങളുടെ ഒരു സഹായം ആവശ്യമുണ്ട്. കാരണം ആയുർവേദ ട്രീറ്റ്മെന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അത്യാവശ്യം ചെലവേറിയ ട്രീറ്റ്മെന്റ് ആണ്, പക്ഷേ ഫലമുള്ളതാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല, എന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. CPM സ്ഥാനാർത്ഥികളിൽ ഒരാൾ അങ്കണവാടിയിൽ വോട്ട് ചോദിച്ചു വരികയാണ്. വോട്ട് ചോദിച്ചു വന്ന് അവിടുത്തെ ഹെൽപ്പറായ സ്ത്രീയോട് വോട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അവര് പറയുന്നു എന്റെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ല. വോട്ടർ പട്ടികയിൽ നിന്ന് നിങ്ങളൊക്കെ ചേർന്ന് എന്റെ പേര് കളഞ്ഞില്ലേ? സ്വാഭാവികമായും ഭരണപക്ഷത്തോടാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവിടത്തെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അവരുടെ BLOമാര് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിൽ നിന്നും ഒരാളുടെ പേരില്ലാതായി പോയാൽ തീർച്ചയായും അതിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഭരണപക്ഷം തന്നെയാണ്. ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുമ്പോൾ ആ സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വരുമ്പോൾ എന്റെ പേര് കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ എങ്ങനെ വോട്ട് ചെയ്യും എന്ന് ചോദിക്കുക സ്വാഭാവികമാണ്. അതിന് അവരെ വിളിച്ച തെറിയാണ് നിങ്ങൾ കേട്ടത്. അത് മാത്രമല്ല അവർ വർഗീയവാദിയാണെന്നും PDPക്കാരിയാണെന്നും എല്ലാം ആരോപിക്കുന്നുണ്ട്. എന്താ CPM അല്ലെങ്കിൽ LDF എന്ന് പറയുന്നത് വർഗീയവാദികളുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, PDP, SDPI ഇവരുടെ ഒന്നും പിന്തുണ സ്വീകരിക്കാത്ത പാർട്ടിയാണോ? ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചു പറയുന്നത് ഈ പാർട്ടി എന്ന് തന്നെ ഇപ്പോൾ അറിയപ്പെടുന്ന പിണറായി വിജയനാണ്. അതിന്റെ അർത്ഥം എന്താണ്? എപ്പോഴും ഇവരുടെ പിന്തുണ സ്വീകരിച്ചിട്ടുള്ള പാർട്ടി തന്നെയാണ് ഈ LDF എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ ഒരു സ്ഥാനാർത്ഥിയുടെ സംസ്കാരം എന്ന് പറയുന്നത്. ആ വീഡിയോ മുഴുവനായി ഒന്ന് കണ്ടിട്ട് വരും. എനിക്ക് ഞാൻ വോട്ട് ചെയ്യുന്നത് എന്റെ ഇതല്ല, ഞാൻ വോട്ട് ചെയ്യണമെന്നുള്ളത് ഞാൻ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. എന്തിനാണ് ഞാൻ ചോദിക്കണേ? നീ വെള്ളം അടിച്ചിട്ട് വന്നെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. അല്ല നീ വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ വയറ്റിൽ കിടന്നാ മതി. ആവശ്യമില്ലാത്ത നിന്റെ വായിന്ന് നീ പോകല്ലേ? അങ്ങനെയൊക്കെയാണ് വോട്ട് ചോദിച്ച് എല്ലായിടത്തും പറയേണ്ടതാ. ഇങ്ങനത്തെ വർത്താനാണോ? എന്നോട് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്. എന്റെ നിങ്ങളുടെ വോട്ടും വേണ്ട, ഒന്നും വേണ്ടത്. എന്നാ ടീച്ചറും അല്ല, ഹെൽപ്പറാ. ഞാൻ പിള്ളേർക്ക് കഞ്ഞി വെച്ച് കൊടുക്കണ. അതെ, അത് എന്റെ ഇഷ്ടമല്ലേ. ഞാൻ പ്രൊമോഷൻ കിട്ടി പോവാതിരിക്കണം, അത് എന്റെ ഇഷ്ടാ. ഇടുക്കി വണ്ണപ്പുറം സ്ഥാനാർത്ഥിയായിട്ടുള്ള ലിജോ ജോസ്, കൊട്ടാരത്തിൽ ലിജോ ജോസ് എന്ന വ്യക്തിയാണ് ഈ തെറി പറയുന്ന ഈ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി. അവിടെ അംഗൻവാടിയിൽ കുട്ടികളുടെയും ടീച്ചറെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ് ഇയാൾ ഇത്രയും അസഭ്യം പറയുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇതാണ് ഇവരുടെ സംസ്കാരം. അവിടെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ CPMന്റെ ആളെന്ന് പറഞ്ഞ് കുത്തി കൊടുക്കുന്ന ആൾ ഈ വ്യക്തിയാണ്. ഈ വ്യക്തിയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിനിധിയായിട്ട് വേണ്ടത്? നിങ്ങളുടെ പ്രതിനിധി എന്ന് പറയുന്നത് അയാൾ കാണിക്കുന്നതാണ്. നിങ്ങൾ മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരു വ്യക്തിയാണോ വേണ്ടതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇനി വയനാട് വൈത്തിരിയിൽ നടന്ന ഒരു സംഭവം കാണിക്കാം. വയനാട് വൈത്തിരിയിലേക്ക് വോട്ട് ചോദിച്ചെത്തിയ UDF സ്ഥാനാർത്ഥിനെ ആ ബോർഡർ കടന്ന് അകത്തേക്ക് കയറ്റില്ല എന്ന വാശിയുമായിട്ട് വന്നിരിക്കുന്ന CPIയുടെ KK രാമചന്ദ്രൻ സഖാവും സംഘം അവർ പറയുന്ന ആ വീഡിയോ എന്നാണ്. ഈ സമരഭൂമിയിൽ നടക്കൂല. ആയിക്കോട്ടെ, നിങ്ങൾ വിപ്ലവോ എന്തോ ആയിക്കോട്ടെ, ഞങ്ങൾക്ക് വോട്ട് വയ്ക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അല്ല, ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ. നിങ്ങൾ പറയുന്ന വിപ്ലവ ഭൂമിയാണ്, വോട്ട് കിട്ടൂല എന്ന് ഓർപ്പിച്ചില്ലേ? പിന്നെ ഞങ്ങളിപ്പോ കേറുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയരുത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ കയറുമ്പോ നിങ്ങൾ പറഞ്ഞു അങ്ങനെ വരാൻ പറ്റില്ല പറഞ്ഞു. ഞങ്ങൾ പറയാത്ത എന്താ അറിയോ? ഞങ്ങൾ അങ്ങനത്തെ പഠിച്ചില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ കയറി ഇറങ്ങാൻ പറ്റൂല. ഈ ഭൂമി ഓരോ വീടുകളിൽ കയറണം. അവിടെ
ഈ മിച്ചഭൂമിയിലുള്ള വീട്ടിൽ കയറണ്ട. അങ്ങനെ പറയാം. ഞാനാ പറയുന്നത് കയറണ്ടെന്ന് പറഞ്ഞാൽ കയറണ്ട. നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരൊറ്റ വീട് കയറില്ല. നിർത്തി പോകാൻ വേണ്ടി ഈ ഭൂമിയിൽ കയറാൻ സമ്മതിക്കൂല. എന്നാ പിന്നെ അങ്ങനെ അല്ല, ഇന്നിപ്പോ ഞങ്ങൾ എന്തായാലും ഇന്ന് ഇവിടെ നിങ്ങളൊരു ബോർഡ് വെക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനം ഇല്ലാന്നൊരു ബോർഡ് വെക്കണം. ഇത് വിപ്ലവ ഭൂമിയാണ്, ഇവിടേക്ക് കയറരുതെന്നാണ് പറയുന്നത്. 24 മണിക്കൂറും ജനാധിപത്യം പുലരണമെന്നും ജനാധിപത്യം വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സഖാക്കന്മാര് പറയുകയാണ്, ഒരു സ്ഥലത്ത് കയറി ജനാധിപത്യപരമായി വോട്ട് ചോദിക്കാൻ അവകാശമുള്ള UDFന്റെ സ്ഥാനാർത്ഥിയോട് ഇവിടെ കയറാൻ സാധിക്കില്ല. ഇത് എന്ത് അനീതിയാണെന്ന് നോക്കുക. ഇന്ത്യൻ മഹാരാജ്യത്തെ നിയമവ്യവസ്ഥയോട് എന്തെങ്കിലും രീതിയിലുള്ള ബഹുമാനമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ രീതിയിൽ മറ്റൊരു വ്യക്തിയുടെ അവകാശത്തിനെ തടയില്ല. നിയമപരമായി ഇത് തെറ്റാണ്. കാരണം ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇലക്ഷനിൽ മത്സരിക്കുന്ന ഏതൊരു സ്ഥാനാർത്ഥിക്കും അയാളുടെ മണ്ഡലത്തിൽ ചെന്ന് വോട്ട് ചോദിക്കാനുള്ള പരിപൂർണ്ണ അവകാശമുണ്ട്. അതിന് പരിമിതപ്പെടുത്തിയിരിക്കുന്ന സമയം വരെ ഒരാൾക്കും അത് തടയാനുള്ള അവകാശമില്ല. തടഞ്ഞാൽ തന്നെ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി അവർക്ക് അത് തുടരാനും സാധിക്കും. അങ്ങനെ ഇരിക്കെ എന്ത് ധൈര്യത്തിന്റെ പേരിലാണ് ഇവരെ ഗുണ്ടായിസം കാണിക്കുന്നത്? ഇത് വിപ്ലവ ഭൂമിയാണ്, ഇവിടെ കയറ്റാൻ സാധിക്കില്ലെന്നൊക്കെ എങ്ങനെയാണ് ഒരു ഭൂമിക്ക് ഒരു മനുഷ്യന് അവകാശം പറയാൻ സാധിക്കുന്നത്? ഒരു സ്ഥലം താൻ പറയുന്നത് പോലെയാണ് നടക്കേണ്ടതെന്ന് പറയാൻ എങ്ങനെ സാധിക്കും? ഇതെന്താ രാജഭരണ കാലഘട്ടമാണോ? എങ്ങനെയാണ് ഇവർക്ക് ഇത്രയും ധാർഷ്ട്യം വന്നത്? എന്താണ് ഇവരെ ഇതിന് വളം വെച്ച് കൊടുക്കുന്നത്? തീർച്ചയായും അത് നമ്മുടെ വോട്ടാണ്. നമ്മൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാർട്ടി അല്ലെങ്കിൽ അതിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ, ഇവരുടെ യോഗ്യത, അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നോക്കേണ്ടത് 2025 മര്യാദയോടെ പെരുമാറാൻ അറിയാമോ എന്നുള്ളതാണ്, സംസ്കാരം ഉണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയോട് അല്ലെങ്കിൽ രാജ്യത്തോട് കൂറുണ്ടോ, ദേശീയതയുണ്ടോ, ഇത് നോക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് BJPയുടെ ഒരു കാൻഡിഡേറ്റിനെ കാണിച്ചു തരാം. ഇദ്ദേഹത്തിന്റെ ഇലക്ഷൻ പ്രചരണം വളരെ വ്യത്യസ്തമാകുന്നത് പോസ്റ്റർ അച്ചടിച്ച് ഒട്ടിക്കുന്നതോ അല്ലെങ്കിൽ ചുവരെഴുതുന്നതോ ഒക്കെ ഇല്ല എന്നതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അതിന്റെ ആവശ്യമില്ലാത്തത്? അല്ലാതെ എന്ത് കാണിച്ചിട്ടാണ് അദ്ദേഹം ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്? ആ വീഡിയോ കാണാം. ഞാനിവിടെ മുൻപ് കൗൺസിലർ ആയിരുന്നു. നമ്മളിവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തന്നെ വലിയൊരു ബലമാണ്. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ഫ്ലെക്സ്, ബോർഡ്, ബാനർ, പോസ്റ്റർ ഇതൊന്നും നമ്മൾ വെക്കുന്നില്ല. മാത്രമല്ല നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സേവിങ്സ്, പ്രത്യേകിച്ച് ഒരു ബോർഡിനൊക്കെ ഒരു 1000 രൂപയോളം ശരാശരി ആവും. അങ്ങനെ ഒരു 50,000 രൂപയോളം ഒരു 50 ബോർഡ് വെക്കാനാകും. ഇപ്പോൾ പലപ്പോഴും 10-100 ബോർഡൊക്കെ ഗ്രാമങ്ങളിലുണ്ട്. അപ്പോൾ ആ ആർഭാടം കുറച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സേവിങ്സ്, നമ്മളിവിടെ 1-2 പേര് വളരെ വിഷമിച്ച് കഴിയുന്ന ക്യാൻസർ പേഷ്യൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്ന് നേരത്തെ ജയിച്ചിട്ടുണ്ട്. ഞാൻ 2005-2010 നാട്ടകം ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറായിരുന്നു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. 2015-20 മുനിസിപ്പൽ കൗൺസിലറായിരുന്നു. 2021-2025 ഞാൻ വേറൊരു സ്ഥലത്ത് പോയി ജയിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇത് വനിതാ വാർഡ് മാറി ജനറൽ ആയ സമയത്ത് ഇവിടെ മത്സരിക്കുകയാണ് ചെയ്യുന്നത്. ഇദ്ദേഹം കോട്ടയം നഗരസഭയിലെ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ശങ്കരേട്ടൻ എന്നറിയപ്പെടുന്ന K. ശങ്കരൻ. ഇദ്ദേഹത്തിന് ബോർഡും ഫ്ലെക്സും ഒന്നും വെക്കാനായിട്ട് താല്പര്യമില്ല എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം ജനങ്ങളെ നല്ല രീതിയിൽ തന്നെ സേവിച്ചു എന്ന വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, എനിക്ക് എല്ലാവരെയും അറിയാം, അവർക്കും എന്നെ അറിയാം. ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളിൽ തൃപ്തരാണെന്നുണ്ടെങ്കിൽ അവരെനിക്ക് വോട്ട് ചെയ്താൽ മതി. അല്ലാതെ ബോർഡ് അടിച്ചു വെച്ച്, ഫ്ലെക്സ് അടിച്ചു വെച്ച്, പരസ്യം ചെയ്ത് എനിക്ക് ഇനി ഇങ്ങനെ ഒരു മെമ്പർ മത്സരിക്കുന്നുണ്ട് എന്നൊന്നും ആളുകളെ കാണിക്കേണ്ട ആവശ്യമില്ല. മോഹൻലാൽ പറഞ്ഞതുപോലെ ഞാൻ ഒരു മോഹൻലാൽ ആണ് എന്ന് എനിക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഒരു മോഹൻലാൽ ആണെന്നൊന്നും ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെ ചെയ്തു വെച്ച് ഫ്ലെക്സോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചുവരെഴുത്തുകളോ പരസ്യങ്ങളോ ഹോർഡിംഗ് ബോർഡുകളോ ഒന്നും ഇല്ലാതെ വോട്ട് ചോദിക്കാനുള്ള ധൈര്യം കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും ഇല്ലാന്ന് നിങ്ങൾ ആലോചിക്കണം. അതൊരു BJP കാൻഡിഡേറ്റിനുണ്ട്. ഈ ധൈര്യത്തിന് കൊടുക്കണ്ടേ മാർക്ക്? അദ്ദേഹം ഇലക്ഷന് ചെലവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ആ ഒരു ക്യാഷ് ക്യാൻസർ രോഗികൾക്ക് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ, ഒരു വീട്ടിൽ അല്ലെങ്കിൽ നമ്മളെ ബന്ധുക്കൾ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ വന്ന് മരണപ്പെട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചികിത്സയിലായിട്ടുണ്ടാവും. നമ്മളൊക്കെയും ഈ ഭീതിയോടെ ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് ചെലവുകൾ മനുഷ്യർ അനുഭവിക്കേണ്ടി വരുന്ന സാമ്പത്തികമായ, മാനസികമായ, ശാരീരികമായിട്ടുള്ള ഡാമേജുകൾ, എന്താ പറയാ, നമ്മളെ അത് കടത്തിക്കൊണ്ടു പോകുന്ന ഒരു ട്രോമ വളരെ വലുതാണ്. ഞാനും അതിന്റെ ഒരു വിക്ടിമാണ്. എന്റെ അമ്മയ്ക്കും ക്യാൻസർ വന്ന് മരിച്ചതാണ്. ക്യാൻസർ രോഗികൾക്ക് ചികിത്സയ്ക്ക് ഒരാൾ സഹായിക്കുക എന്ന് പറയുന്നത് അവർക്ക് അത് എത്രത്തോളം പ്രത്യാശ നൽകുന്ന ഒരു സംഗതിയാണെന്ന് അത് അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. വലിയൊരു കാര്യമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെയല്ലേ നമ്മൾ ശരിക്കും ഇങ്ങനത്തെ കാൻഡിഡേറ്റ്സിന്, ഇവരല്ലേ നാളേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ മനസ്സുള്ള ആൾക്കാർ, അല്ലാതെ അങ്കണവാടിയിൽ വന്ന് പിള്ളേരുടെ മുമ്പിൽ വെച്ച് തെറി പറയുന്നവരാണോ? ഒരു വീഡിയോയും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് BJPയിൽ എത്രത്തോളം സ്ത്രീ കാൻഡിഡേറ്റ്സ് ഉണ്ടെന്നും അവര് എത്രത്തോളം യോഗ്യതയുള്ളവരാണെന്നും ഉള്ളതാണ്. മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങിക്കഴിഞ്ഞു. വികസിത കേരളത്തിനായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP മുന്നോട്ട് വയ്ക്കുന്ന സമാനതകളില്ലാത്ത പെൺകരുത്ത്. കേരളത്തിലെ മുൻ ജയിൽ DGP R. ശ്രീലേഖ, നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകങ്ങളായി നവ്യ ഹരിദാസ്, അഡ്വക്കേറ്റ് TP സിന്ധുമോൾ, ബോക്സർ സ്വാതി, ഡോക്ടർ ആനി സ്റ്റെഫി,
ഷാനി സമദ് തുടങ്ങി ഈ നിര അവസാനിക്കുന്നില്ല. BJP സ്ത്രീകൾക്കായി തുറന്നിടുന്നത് അതിരുകളില്ലാത്ത ആകാശം. ടെക്കികൾ മുതൽ ഫ്ലിപ്കാർട്ട് ഡെലിവറി ഗേൾസ് വരെ നാടിന്റെ വികസനം പെൺകരുത്തിൽ. ഇനി സൃഷ്ടിക്കാം വികസിത കേരളം BJPയിലൂടെ. കണ്ടോ, അഡ്വക്കേറ്റ്സ്, IPSകാർ എന്ന് വേണ്ട സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന ഡെലിവറി ഗേൾസ് വരെ NDA സ്ഥാനാർത്ഥികളാണ്. സ്ത്രീകൾ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു സമയത്തിലൂടെ തന്നെയാണ് ശരിക്കും ഇന്ത്യ കടന്നു പോകുന്നത്. എത്രയൊക്കെ കല്ലെറിഞ്ഞാലും എത്രയൊക്കെ തടഞ്ഞു വെക്കാൻ ശ്രമിച്ചാലും ഫെമിനിസം അതിന്റെ ഉദ്ദേശത്തിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് പ്രത്യേകിച്ചും ഇന്ത്യയിൽ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, നരേന്ദ്രമോദി. അദ്ദേഹം പുറത്തുപോയ ഓരോ സമയത്ത് ഇന്ത്യൻ ഫാഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വീഡിയോ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. പഴയ ഒരു അമ്പലത്തിലുള്ള ഒരു ശിലയില് കാണുന്ന സ്ത്രീ ചെറിയ മിഡി, അതായത് ചെറിയ പാവാടയും അതുപോലെ കയ്യിൽ ഒരു ഹാൻഡ് ബാഗും ഒരു ക്ലച്ചറും പിടിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അന്തകാലം മുതൽ ഇന്ത്യൻസ് ഫാഷനില് ഇങ്ങനെയാണ്, ഇപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ എത്ര ഭംഗിയായിട്ട് ഡ്രസ് ചെയ്യുന്നത് അതിന്റെ ഒരു അടയാളമാണ് എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത്. അതും വേറൊരു രാജ്യത്ത് നിന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. കാരണം പെൺകുട്ടികളെ ബുർക്കകത്ത് ഒളിച്ചു വെക്കണം, അടച്ചു വെക്കണം എന്ന് പറയുന്ന ആൾക്കാരുള്ള നാട്ടില് പെൺകുട്ടികള് അവരുടെ ഫാഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് രാജ്യത്തിനെ ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ രാജ്യത്തിന് ഒരു പേരുണ്ടാക്കാൻ മുന്നോട്ട് വരൂ എന്ന് പറയുന്ന പ്രധാനമന്ത്രി. പല സ്ത്രീകളും അഭിപ്രായപ്പെടുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയോളം വലിയൊരു ഫെമിനിസ്റ്റ് എവിടെയും ഇല്ലെന്നാണ്. BJP തീർച്ചയായും സ്ത്രീകൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു പാർട്ടി തന്നെയാണ്. BJPയുടെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ പൂർ ലേഡി എന്നാണ് നമ്മുടെ ഇറ്റാലിയൻ മമ്മി ഒരിക്കൽ ചാനലുകളുടെ മുന്നിൽ പറഞ്ഞത്. അതിന് മറുപടിയായി പാർലമെന്റിൽ തന്നെ പറഞ്ഞ പ്രസംഗം എത്ര മനോഹരമായിരുന്നു എന്നറിയാമോ? ഇന്ത്യൻ വുമൺ, ഭാരതീയ സ്ത്രീ ദുർഗയാണെന്നാണ് പറഞ്ഞത്. ആ ദുർഗയുടെ പ്രതിനിധിയാണ് ഞങ്ങളുടെ പ്രസിഡന്റ്. അത്ര മനോഹരമായി അത് പ്രിവെന്റ് ചെയ്യുന്നതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ സ്ത്രീ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ താഴ്ത്തിക്കളയരുത്. ഇന്ത്യൻ സംസ്കാരം സ്ത്രീകളെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഉള്ളിടത്തോളം വുമൺ ഗോഡസ് വേറെ എവിടെയാണുള്ളത്? ദുർഗ പൂജയൊക്കെ ഇവിടെ എത്രത്തോളം വിപുലമാണോ അതിനനുസരിച്ച് സ്ത്രീകളെ കരുതുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി സത്യത്തിൽ ഇപ്പോഴാണ് വന്നത്. ഡൽഹി മുഖ്യമന്ത്രി ഒരു സ്ത്രീയാണ്. ഇപ്പോൾ ഏത് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണ് അവര്? കേരളത്തിൽ ഇപ്പോഴും ഒരു സ്ത്രീ മുഖ്യമന്ത്രിയെ ഞങ്ങളിൽ ഉണ്ടാവും എന്ന് പറയാൻ UDFനോ LDFനോ സാധിക്കുമോ? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാം, സാധിക്കുമോ? എന്നാൽ BJPയുടെ നയം നോക്കുക. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വരെ IPSകാരികളാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിഗ്ഗി സൊമാറ്റോ ഓടുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ്, അതായത് ജോലി ചെയ്ത് ജീവിക്കുന്ന, സ്വതന്ത്രമായി ജീവിക്കുന്ന, തങ്ങളുടെ അവകാശങ്ങൾ എവിടെയും പറയാൻ മടിയില്ലാത്ത, രാഷ്ട്രത്തിന്റെ എല്ലാ മേഖലകളിലും ഉള്ള എല്ലാ ജോലികളും തങ്ങളെ കൊണ്ടും ചെയ്യാനാകുമെന്ന് തെളിയിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ. നിങ്ങൾക്കറിയാമോ, ഈ വർഷം നാഷണൽ സ്പോർട്സിൽ വുമൻസ് ടീം എത്രത്തോളം ലോകകപ്പുകൾ വിജയിച്ചിട്ടുണ്ടെന്ന്? കബഡി, ക്രിക്കറ്റിൽ തന്നെ ബ്ലൈൻഡ് ടീമും അല്ലാതെയുള്ള വുമൺ ടീമും, ഈ 3 ടീമും ലോകകപ്പ് വിജയിച്ചിട്ടുണ്ട്. സൈന്യത്തിലെ സ്ത്രീകളാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തീകരിച്ചത്. കാരണം പഹൽഗാമില് നഷ്ടപ്പെട്ടത് ഒരു കൂട്ടം സ്ത്രീകളുടെ സിന്ദൂരമാണ്. അതിന് മറുപടി ചോദിച്ചത് ഇവിടുത്തെ ശക്തിയാണ്, ദുർഗയാണ്. അത്രത്തോളം സ്ത്രീകളെ ഉന്നമനത്തേക്ക് കൊണ്ടുവരാൻ നിൽക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ടാണ്, ബീഹാറികൾ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് NDAക്കൊപ്പം നിന്നത്. ഇപ്പോൾ നിങ്ങൾ മറ്റു സ്ഥാനാർത്ഥികളെ നോക്കൂ, ഇവരുടെയൊക്കെ യോഗ്യത എന്താണ്? വിവരമുള്ള, മുന്നോട്ട് ചിന്തിക്കുന്ന, മനുഷ്യരോടൊപ്പം ചിന്തിക്കുന്ന ഒരു സർക്കാരല്ലേ നമ്മളെ ഭരിക്കേണ്ടത്? അവർക്ക് വേണ്ടേ നമ്മൾ വോട്ട് കൊടുക്കാൻ? അല്ലെങ്കിൽ നമ്മൾ പ്രബുദ്ധരാണെന്ന് എങ്ങനെയാണ് നമ്മളെ പറയാൻ സാധിക്കുക? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.